നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ MA മലയാളം ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് രണ്ടാമത്തെ ബ്ലോക്കിലെ ഭാഷാശാസ്ത്രം പഠനം എന്ന് പറയുന്ന പേപ്പറിലെ രണ്ടാമത്തെ ബ്ലോക്കിലെ യൂണിറ്റ് 4 ആയിട്ടുള്ള ആധുനിക ഭാഷാശാസ്ത്രവും ഭാരതീയ വ്യാകരണ പദ്ധതിയും എന്ന് പറയുന്നൊരു പാഠഭാഗമാണ്. ഇതില് ആദ്യമേ പറയുന്നത് സ്കിന്നറുടെ ബിഹേവിയറിസ്റ്റ് ഭാഷാ സമീപനത്തെ കുറിച്ചിട്ടാണ്. 20ാം ശതകത്തിലെ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള ഒരു പരീക്ഷണ മനഃശാസ്ത്രജ്ഞനായിരുന്നു ഈ പറയുന്ന സ്കിന്നർ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ഈ ബിഹേവിയറിസം എന്ന് പറയുന്ന സൈദ്ധാന്തിക സമീപനം അമേരിക്കൻ ഭാഷാ മനഃശാസ്ത്ര മണ്ഡലത്തിൽ ഏറെ ആദിത്യം നേടിയിട്ടുള്ള ഒരു സിദ്ധാന്തമാണിത്. ഓരോ കുഞ്ഞും ചുറ്റുപാടുള്ളവരെ അനുകരിക്കാൻ ശ്രമിക്കുകയും അതേപോലെ അനേകം ശ്രമങ്ങൾക്കൊടുവിൽ അവര് വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കുട്ടികളുടെ ശ്രമങ്ങളെ അംഗീകരിക്കുന്ന ഗാർഹിക അന്തരീക്ഷമാണ് കുട്ടിയുടെ പദാവലി വികസനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. കുട്ടിയുടെ അല്ലെങ്കിൽ കുഞ്ഞിന്റെ ഭാഷാ പഠനത്തിനുള്ള കഴിവ് സ്വതസിദ്ധമല്ല എന്നോട് പറയുന്നുണ്ട്. അവരുടെ ധാരണയും അതുപോലെ അവരുടെ ഉപയോഗമൊക്കെ രൂപപ്പെടുന്നതും അതുപോലെ മെച്ചപ്പെടുന്നതും ഒക്കെ ഓപ്പറന്റ് കണ്ടീഷനിങ്ങിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത് എന്നാണ് സ്കിന്നർ ഇവിടെ പറയുന്നത്. 1957 പ്രസിദ്ധീകൃതമായിട്ടുള്ള സ്കിന്നറുടെ ഒരു പ്രഖ്യാതമായിട്ടുള്ള ഒരു കൃതിയാണ് വെർബൽ ബിഹേവിയർ എന്ന് പറയുന്നത്. 1940 മിനസോട്ട എന്ന് പറഞ്ഞ ഒരു യൂണിവേഴ്സിറ്റിന്റെ കീഴിൽ അവതരിപ്പിക്കപ്പെട്ട പ്രഭാഷണങ്ങളുടെ ഒരു പുസ്തക രൂപമാണ് ഈ പറയുന്ന വെർബൽ ബിഹേവിയർ എന്ന് പറയുന്നത്. ഈ ഒരു പുസ്തകത്തില് ഈ പുസ്തകത്തിന് 5 ഭാഗങ്ങളും അതുപോലെ തന്നെ അതിൽ 19 അധ്യായങ്ങളുമാണ് ഉള്ളത്. ഈ കൃതിയാണ് ബിഹേവിയറിസ്റ്റ് സിദ്ധാന്തങ്ങളുടെ മുഖ്യ ഉറവിടം എന്ന് പറയുന്നത്. ഈ സ്കിന്നറുടെ തിയറിയെ മറ്റു സൈദ്ധാന്തികര് വിമർശിക്കുകയോ അല്ലെങ്കിൽ നിരാകരിക്കുകയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ സ്കിന്നറുടെ സിദ്ധാന്തത്തിന് പ്രധാനപ്പെട്ട 3 വിമർശനമാണ് ഉള്ളത്. അതില് ഒന്നാമത്തെ വിമർശനം എന്ന് പറയുന്നത് ഏകദേശം ഒരേ പ്രായത്തിൽ തന്നെ കുട്ടികൾ വിവിധങ്ങളായിട്ടുള്ള വളർച്ചകളിലൂടെ കടന്നു പോകുന്നുണ്ട്. കേവലാനുകരണവും കണ്ടീഷനിങ്ങും കൊണ്ട് മാത്രം കുട്ടികളുടെ ഭാഷാപരമായിട്ടുള്ള വളർച്ച സാധ്യമാകില്ലെന്നും ആന്തരികമായിട്ടുള്ള ഒരു സംവിധാനക്രമം ഭാഷാ വികസനം സുഗമം ആക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്നു. ഇതാണ് സ്കിന്നറിന്റെ സിദ്ധാന്തത്തിലെ ആദ്യത്തെ വിമർശനമായിട്ട് വരുന്നത്. രണ്ടാമത്തത് ഭാഷാപ്രാപ്തിയുടെ ആവശ്യകതയെ കുറിച്ച് സ്കിന്നർ മതിയായ വിശദീകരണം നൽകുന്നില്ല. പക്ഷേ ഭാഷാ പ്രക്രിയകളെ അദ്ദേഹം ഫലവത്തായിട്ട് വിശദീകരിക്കുന്ന ഉണ്ട് ഈ ഒരു കൃതിയില്. മൂന്നാമത്തെ വിമർശനമായിട്ട് വരുന്നത് ഭാഷയുടെ സങ്കീർണതകളെയും കൂടുതൽ വിശദീകരിക്കുവാന് സ്കിന്നറിന് കഴിഞ്ഞിട്ടില്ല. ഈ പറയുന്ന 3 വിമർശനങ്ങളാണ് സ്കിന്നറിന്റെ ഈ ഒരു സിദ്ധാന്തത്തിന് ഉണ്ടായിരുന്നത്. സ്കിന്നറുടെ ബിഹേവിയറൽ തിയറിയെ നിരാകരിച്ച ഇല്ലാതാക്കിയ എന്നൊക്കെ പറയുന്ന ഒരു ഭാഷാശാസ്ത്രജ്ഞനാണ് ഈ പറയുന്ന തോം ചോസ്കി എന്ന് പറയുന്നത്. ഈ ചോസ്കിയർ വാദങ്ങള് ലാഡ് എന്നൊരു സാങ്കല്പവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ലാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലാംഗ്വേജ് അക്വസിഷൻ ഡിവൈസ് എന്നാണ്. നമ്മുടെ തലച്ചോറിന്റെ ചില ഭാഗങ്ങള് ഈ ഭാഗങ്ങളിൽ ശബ്ദം എൻകോഡ് ചെയ്യുന്നത് പോലെ തന്നെ ഭാഷ നമ്മുടെ തലച്ചോറിൽ എൻകോഡ് ചെയ്യുന്നതിന്റെ ഒരു ഭാഗമാണ് ലാഡ് എന്ന് പറയുന്നത്. ഇതെന്താണ് ഭാഷാപരമായ ഒരു ഏറ്റെടുക്കലുകളുടെ ഒരു നിർണായക ഘട്ടമാണ്. ഒരു ശിശുവിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഘട്ടം അല്ലെങ്കിൽ ആ ഒരു പ്രായം എന്ന് പറയുന്നത് 7 വയസ്സാണ്. ഈ ഘട്ടത്തില് ഓരോ കുട്ടിയുടെ ഭാഷ വികസിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അതൊരിക്കലും പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതായത് നമ്മൾ ഒരു സംസാരിച്ചു തുടങ്ങുന്ന ഒരു പ്രായത്തില് നമ്മള് നേരാവണ്ണം സംസാരിച്ചിട്ടില്ല അല്ലെങ്കിൽ സംസാരിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്കത് പിന്നീട് സംസാരശേഷി അവർക്ക് അതായത് പ്രോപ്പർ ആയിട്ട് അവർക്ക് സംസാരിക്കാൻ കഴിയില്ല. പിന്നെ കുറെ കാലങ്ങൾ കഴിഞ്ഞിട്ട് അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ.
അങ്ങനെ ഭാഷാ വികാസത്തെ നിയന്ത്രിക്കുന്ന സാർവത്രികമായിട്ടുള്ള എന്തെങ്കിലും മനുഷ്യർക്കിടയിൽ ഉണ്ടായിരിക്കാമെന്ന് ഇത് സൂചിപ്പിക്കുന്നുണ്ട്. ഈ ലാഡ് എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക ഉപകരണം മാത്രമാണ്. നമ്മുടെ ശരീരത്തില് ശാരീരിക ഭാഷോപകരണങ്ങള് ഒന്നും തന്നെ ഇല്ല. ഇങ്ങനെ ഈ ലാഡിന്റെ പ്രവർത്തനം നമുക്ക് എന്ത് ചെയ്യാം, 4ആയിട്ട് തരംതിരിക്കാം. ഒന്ന് പറയുന്നത് മുതിർന്നവരുടെ ഭാഷണം കേൾക്കുമ്പോൾ കുട്ടിയുടെ ലാഡ് പ്രേരിതമാവുന്നുണ്ട്. 2 കുട്ടി സ്വയം ഭക്ഷണത്തിന് സാർവത്രിക വ്യാകരണം ഉപയോഗിക്കുന്നുണ്ട്. 3 ഉചിതമായ പുതിയ വാക്കുകൾ പഠിക്കുകയും അത് അതിനനുസൃതമായിട്ടുള്ള വ്യാകരണ നിയമങ്ങൾ പ്രയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. 4 പറയുന്നത് കുട്ടിക്ക് പുതിയ ഭാഷ ഉപയോഗിക്കാൻ കഴിയുന്നു. ഇത്രയാണ് ഈ പറയുന്ന ലാഡ്, ലാംഗ്വേജ് അക്വസിഷൻ ഡിവൈസിന്റെ പ്രവർത്തനം നമുക്ക് നടക്കുന്നതിന്റെ ഒരു ഘട്ടം എന്ന് പറയുന്നത്. അടുത്ത പറയുന്നത് സിൻക്രണി ഡയക്രണി. ഒരേ കാലബിന്ദുവില് ഭാഷയിലെ ഏകകങ്ങളുടെ പരസ്പര ബന്ധത്തിന്റെ നില ഇത്തരം ഒന്നിലേറെ നിലകൾ താരതമ്യം ചെയ്താല് നിലയുടെ സ്വഭാവത്തിന്റെ മാറ്റം നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് ഡയക്രണി അഥവാ ബഹുകാലികത. നമ്മൾ മുന്നിലുള്ള ക്ലാസ്സിൽ പഠിച്ചാണ് ബഹുകാലികതയും ഏകകാലികവും ഒക്കെ. ഈ AR കേരള പാണിനീയത്തില് പറയുന്നുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വ്യാകരണ സമ്പ്രദായം രൂപസിദ്ധിക്കും അതേപോലെ അന്വയ ക്രമത്തിനും മറ്റും കാൽക്കാല നടപ്പിനനുസരിച്ച് ഉപപത്തിൽ ഉണ്ടാക്കുന്ന സിദ്ധാന്തങ്ങൾ കൽപ്പിക്കുന്ന അഭ്യൂഹിക പദ്ധതി അനുസരിച്ചാണെന്ന് ആര് പറയുന്നുണ്ട്? AR പറയുന്നുണ്ട്. ഈ സിൻക്രണിയുടെ അടിസ്ഥാന വീക്ഷണം തികച്ചും ഭാരതീയമാണ് എന്ന് ഈ ഒരു പാഠഭാഗത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തൽക്കാല സ്ഥിതിയിൽ ചരിത്രമുദ്ര പതിഞ്ഞിരിക്കും എന്നതിനാൽ സിൻക്രണിക്ക് പ്രാധാന്യം നൽകുമ്പോഴും മൗലികവാദം എന്ത് ചെയ്യുന്നില്ല, അവിടെ ആവശ്യമായിട്ട് വരുന്നില്ല. അടുത്ത പറയുന്നത് ലാങ് പരോള്. ഇത് എന്ന് പറയുന്നത് ഒരു ഭാഷകന്റെയും അതുപോലെ ഭാഷക സമൂഹത്തിന്റെയും ഒക്കെ ഒരു ഭാഷാശേഷി അല്ലെങ്കിൽ ഭാഷണ ക്രിയയിൽ നിന്ന് വിവർത്തിച്ച് വരുന്ന ഒരു വ്യാവർത്തന ജോഡിയാണ് ഈ പറയുന്ന ലാങ് അതുപോലെ പരോൾ എന്ന് പറയുന്നത്. ഭാഷ അതേപോലെ ഭാഷാഭാഷണം എന്നോ അല്ലെങ്കിൽ ഭാഷാജ്ഞാനം, ഭാഷാ പ്രയോഗം എന്നൊക്കെ ഒരു പരാവർത്തനം നമുക്ക് ചെയ്യാം. ഈ വ്യാകരണക്കാരന്റെ വിഷയം ഭാഷാ സമൂഹത്തില് ലാങ് ആണ്. പരോൾ ഓരോ സന്ദർഭത്തിലുള്ള വ്യക്തിഗത ആവിഷ്കരണം മാത്രമാണ്. അടുത്ത് പറയുന്നത് സിൻഡാഗ് അതുപോലെ പാരാഡിഗ്മാറ്റിക്സ്. ഒരു ചിഹ്നത്തുടരിലെ ചിഹ്നങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഈ സിൻഡാഗ്മാറ്റിക് ബന്ധം എന്ന് പറയുന്നത്. ഒരു തുടരിലെ അംഗങ്ങൾ തമ്മിൽ ഏകതലത്തിലുള്ള തിരശ്ചീനമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ അന്യപരമായിട്ടുള്ള ബന്ധം, ആകാംക്ഷപരമായിട്ടുള്ള ബന്ധം എന്നെല്ലാം ഇതിന് പറയുന്നുണ്ട്. ഈ സിൻഡാഗ്മാറ്റിക് ബന്ധത്തിന് ഒരു ചിഹ്നത്തിന് അതിന്റെ സ്ഥാനത്ത് വരുന്ന മറ്റുള്ളവുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട്. ആ കണക്ഷൻ അത്തരം ചിഹ്നങ്ങൾ ഒരേ ഗണത്തിൽ പെട്ടിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഈ പറയുന്ന ലംബതലത്തിലുള്ള ഈ ഒരു സാഹചര്യ ബന്ധമാണ് പാരാമാഗ്നറ്റിക് ബന്ധം എന്ന് പറയുന്നത്. അടുത്ത പറയുന്നത് സിഗ്നിഫിയന്റ് സിഗ്നിഫിയെ എന്നാണ്. നിഘണ്ടു, കോശം, വ്യാകരണം, നമ്മളെ ഡിക്ഷണറി ഇവയൊക്കെ ലാങ് എന്ന ചിഹ്ന വ്യവസ്ഥയുടെ ഒരു ഭാഗമാണെന്നാണ് ആര് പറയുന്നത്? സസ്യൂർ പറയുന്നത്. ഓരോ വ്യക്തിയുടെയും ഭാഷാശേഷി ലാങ് അനുസരിച്ച് വ്യത്യാസപ്പെടാമെന്ന് പറയുന്നുണ്ട്. ഈ പറയുന്ന ശബ്ദാർത്ഥ ബന്ധം ഒരിക്കലും ഒരു പ്രകൃതി സിദ്ധമല്ല എന്ന് ഇവിടെ പറയുന്നുണ്ട്. ഓരോ കുട്ടികളും ഒരേ കാര്യം ഇങ്ങനെ പറയുന്ന സമയത്ത് വെവ്വേറെ വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. എല്ലാവരും ഒരുപോലെ തന്നെ ആവണമെന്നില്ല സംസാരിക്കുന്നതും, അതായത് ഒരേ വാക്കുകൾ തന്നെ ആയിരിക്കണം എന്നില്ല ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാങ്കേതികത്വത്തിന് തെളിവാണ് ഈ പറയുന്ന സിഗ്നിഫിയന്റ് സിഗ്നിഫിയെ എന്ന് പറയുന്നത്. അതില് ഇന്ത്യൻ തിയറീസ് ഓഫ് മീനിങ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തില് ഡോക്ടർ കുഞ്ഞുണ്ണി രാജ പറയുന്നുണ്ട്. കുഞ്ഞുണ്ണി രാജ അതേപോലെ സസൂറിനും പറയുന്നുണ്ട് ഭാരതീയ വീക്ഷണത്തിനുള്ള ഇത്തരം സമാനത ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്ന് ഈ പറയുന്ന ഒരു ഗ്രന്ഥത്തില് പറയുന്നുണ്ട്. അടുത്ത പറയുന്നത് സസ്യൂറിന്റെ ഇന്ത്യൻ വേരുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഖനാണ്. ആ ലേഖനത്തെ കുറിച്ചിട്ടാണ്.
ഈ പറയുന്ന ഭാഷാശാസ്ത്രത്തിലെ എന്താ പറയാ പ്രസിദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രധാനമായിട്ടുള്ള സസൂറിയൻ സിദ്ധാന്തങ്ങളുടെ അടിത്തറ എന്ന് പറയുന്നത് ഭാരതീയ വ്യാകരണ സിദ്ധാന്തങ്ങളിൽ നിന്നും എന്താണ് പലപ്പോഴും അതിന്ന് വരുന്ന വന്നിട്ട് അതിലെന്താണ് വ്യക്തമാക്കുന്ന ഒരു ലേഖനമാണ് ഈ സസ്യൂറിന്റെ ഇന്ത്യൻ വേരുകൾ എന്ന് പറയുന്നത്. ഈ ആധുനിക ഭാഷാശാസ്ത്രത്തിലെ സ്വനവിജ്ഞാനീയത്തിന്റെ അടിസ്ഥാന സങ്കല്പങ്ങളുടെയൊക്കെ ഒരു വേരുകൾ ഈ പറയുന്ന ഭാരതീയ വ്യാകരണ ശാസ്ത്രത്തിൽ നിന്നുള്ളവയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഈ ആധുനിക വർണ്ണവിജ്ഞാനീയത്തിന് താത്വികമായിട്ട് അടിത്തറയിട്ട് വില്യം ഡിറ്റ് ഇദ്ദേഹം പറയുന്നത് ഭാരതീയ സ്ഫോടന സിദ്ധാന്തവും അതുപോലെ അക്ഷരശാസ്ത്രവും ഒക്കെ ഇതിനെ ഏറെ എന്താണ് സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ ആധുനിക ഭാഷാശാസ്ത്രത്തിലെ ഈ പറയുന്ന സ്വനവിജ്ഞാന പഠനത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഭാരതീയ ശാഖ്യ എന്ന് പറയുന്ന ഈ ശാഖയുടെ ഒരു വിവർത്തനത്തിൽ നിന്നാണ് ഈ പറയുന്ന ഈ ശാസ്ത്രജ്ഞന് വിറ്റ്നിക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ സസ്യൂറിന്റെ ഭാഷാശാസ്ത്ര പഠനത്തിന് ഭാരതീയ വ്യാകരണ മാതൃകകള് എങ്ങനെയൊക്കെയാണ് സഹായകമായിട്ടുള്ളത് എന്നൊക്കെയാണ് ഈ പറയുന്ന വേണുഗോപാല പണിക്കർ ഇവിടെ വിശദീകരിക്കുന്നത്. സസ്യൂറിന്റെ ഭാഷാശാസ്ത്ര ചിന്തകള് 1906 മുതൽ 1911 വരെയാണ് അദ്ദേഹം ചെയ്ത പ്രഭാഷണ പരമ്പരയുടെ ഒരു പുസ്തകവുമായിട്ടുള്ള കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സിൽ സമാഹരിക്കപ്പെട്ടിട്ടുമുണ്ട്. ഇത്രയും ഒരു ഭാഗമാണ് ഈ ഒരു പാഠത്തിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പോയിട്ട് വായിക്കുക. താങ്ക് യു.